എന്നെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നല്ല മഴക്കാലം, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു, പുറത്ത് നല്ല തണുപ്പ്. എന്നാൽ പിന്നെ ഇന്ന് ഈവനിങ്ങിൽ ഒരു ചൂടുള്ള ചിക്കൻ സൂപ്പ് അങ്ങ് ഉണ്ടാക്കി കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അത് കുക്കർ ചിക്കൻ സൂപ്പാണ്, വളരെ പെട്ടെന്നുണ്ടാക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആവശ്യ സാധനങ്ങളെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കണം. കുക്കിങ്ങിന് വെറും 10 മിനിറ്റ് മതി, പെട്ടെന്നുണ്ടാക്കാം. ഇതിൻ്റെ ഈ വീഡിയോയുടെ ഉടനീളം നിങ്ങൾ കാണണം. പല സ്ഥലത്തായിട്ട് പല ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. ആ ടിപ്സ് എല്ലാം അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല മണമായി. വീട് മുഴുവൻ ഇപ്പോൾ ചിക്കൻ്റെ സൂപ്പിൻ്റെ മണമാണ്. അപ്പം അത് നമ്മൾ ഈ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ചിക്കൻ സൂപ്പൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടും ഹോം മെയ്ഡായിട്ടും ഓർഗാനിക്കായിട്ടും നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ആവശ്യമുള്ളൂ. നമുക്കിഷ്ടമുള്ള സ്പൈസസ് ചേർക്കാം. പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ ഈ സോയ സോസ് ഉണ്ടല്ലോ, സോയ സോസ്, ചില്ലി സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്, ഇത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കഴിക്കാം. അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാ സ്റ്റെപ്സും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കുക്കർ ചിക്കൻ സൂപ്പ് കേരള സ്റ്റൈൽ. ഈ കുക്കറിനകത്ത് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇത് ചിക്കൻ, ഇത്രയും ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പെപ്പർ പൗഡർ, അല്പം സോൾട്ട്, ഇത്രയും ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചേർക്കാനുള്ള വെജിറ്റബിൾസ് ഇത് 1/4 ഭാഗം ഒരു ടൊമാറ്റോ, പിന്നീട് ക്യാരറ്റ്, ഒരു സവോള, പിന്നെ സെല്ലറി, ഇത്രയും ഒരു ബൗൾ നിറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ ചേർക്കാനുള്ള സ്പൈസസ് ആണ് കുരുമുളക്, പട്ട, ഗ്രാമ്പു. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് വേണം. 1 ലിറ്റർ വെള്ളത്തിൽ ഇത് കുക്കറിനകത്തോട്ട് ആവി കയറ്റി ഒരു 3 വിസിൽ വരുന്നത് വരെ അത് വേവിക്കണം. ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ കുക്കർ, ഗ്രീൻ ചെഫിൻ്റെ ഇൻഫ്രാറെഡ് ഇൻഡക്ഷൻ കുക്കർ ഞാൻ വാങ്ങിച്ചു. അതിൽ വെച്ചാണ് ഇപ്പോൾ കുക്കർ സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 3 വിസിൽ വരെ വേവിക്കണം. 3 വിസിൽ കഴിയുമ്പോൾ കുക്കർ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ട് കുക്കർ ഇറക്കി അത് തണുക്കാനായിട്ട് അനുവദിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കുക്കർ ഓപ്പൺ ചെയ്യാൻ ധൃതി വെച്ചാൽ ഒരു പ്രോബ്ലമുണ്ട്. ഇതൊരു ടിപ്പാണ്. ഈ കുക്കർ സ്പീഡിൽ ഓപ്പൺ ചെയ്താൽ ആ ചിക്കനൊക്കെ ഒന്ന് ഹാർഡായിപ്പോവും. നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ചൂടെല്ലാം പോയി കഴിഞ്ഞിട്ട് മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. കുക്കറിൻ്റെ ആവിയെല്ലാം പോയി തണുത്തു. ഇനി കുക്കർ തുറക്കാൻ പോവുകയാണ്. തുറന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റണം. ഞാൻ പറഞ്ഞല്ലോ, നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ തുറക്കാവൂ. കുക്കറിനകത്ത് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഊറ്റി മാറ്റി. ഇത്രയും സോസ് ഉണ്ട്. വെജിറ്റബിൾസും എല്ലാം ഊറ്റി മാറ്റിയതിന് ശേഷം ചിക്കൻ സ്റ്റോക്ക് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ അത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെജിറ്റബിൾസും ചിക്കൻ എടുത്ത് ചെറുതായിട്ട് പിച്ചി കീറിയതും ഒരു മുട്ട അടിച്ച് ഉപ്പും പെപ്പറും ചേർത്ത് വെച്ചിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് ഇടുന്നു. അതിനുശേഷം ഈ ചിക്കൻ പീസസും ഇടുന്നു. അതവിടെ കിടന്ന് തിളച്ച് കുറുകാനായിട്ട് അനുവദിക്കും. ചെറുതോടിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിൻ്റെ മിക്സിലേക്ക് മുട്ട വളരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ അനക്കാൻ പാടില്ല. അനക്കിയാൽ എല്ലാം കൂടെ ഒരു കട്ടയായി പോകും. സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഭയങ്കര കുത്തലുമാണ് വരുന്നത്. സ്പൈസസിൻ്റെയും പെപ്പറിൻ്റെയും എല്ലാം നല്ല മണമുണ്ട്. ഈ കിച്ചൺ നിറച്ച് സൂപ്പിൻ്റെ സ്മെല്ലാണ്. സൂപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് പെപ്പർ ഇട്ടു, അതിനുശേഷം നമ്മുടെ മല്ലിയില ഇട്ട് അത് ഒന്ന് ടോപ്പ് ചെയ്യാനായിട്ട്
ഇതൊരു ഭയങ്കര നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. നല്ല സൂപ്പർ കേരള കുക്കർ പ്രിപ്പറേഷനാണിത്. സൂപ്പിന് എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ചിക്കൻ സൂപ്പ് റെഡി. ഈ സൂപ്പ് ഇനി സോയ സോസ് ചേർത്തോ അല്ലെങ്കിൽ സോൾട്ട് ആൻഡ് പെപ്പർ ചേർത്തോ കഴിക്കാവുന്നതാണ്.